ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേഫീസ് ഡ്രസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കേർട്ട് പലാസോ അല്ലെങ്കിൽ ഒരു അംബ്രല്ല പലാസോ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾക്കറിയാലോ, ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളൊരു പലാസോ ഒക്കെ വാങ്ങിക്കാച്ചാൽ 350, 400, 600 ആ ഒരു റേഞ്ച് വരെ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ചിലവ് കുറച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് വീട്ടിലിരുന്ന് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വെറും 10-15 മിനിറ്റ് മതി ഈ ഒരു അടിപൊളി പലാസോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അളവെടുക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ഒന്നും അറിയാത്ത ഏതൊരു ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിതിവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ റയോണിൻ്റെ ഒരു ഫാബ്രിക്കാണ്. കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ക്ലോത്താണ് പലാസോക്ക് എപ്പോഴും ഭംഗി ഉണ്ടാവുക. ഫ്രണ്ടിലൊരു ഡിസൈനിന് വേണ്ടിയിട്ട് 2 ലാഡ്കനോട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടിങ്ങും അളവെടുക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ലോത്തിന് നീളം വരുന്ന വശം, ഇത് വീതി വരുന്ന വശം. അപ്പോൾ നീളം വരുന്ന വശത്ത് ഇതുപോലൊന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക. അത് 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് കോണായിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലൊന്ന് ട്രയാങ്കിളാക്കി ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യം 2ആയിട്ടൊന്ന് മടക്കി, അതിനുശേഷം ഇതുപോലൊന്ന് കോണാക്കി മടക്കി കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം വരുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്. ഇവിടെയാണ് നമ്മൾ ക്രോച്ചറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 മെഷർമെൻറ്റ്സാണ്. നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്സ്, അതുപോലെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തും. ഇവിടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുത്തിട്ടുള്ളത്, വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് അല്ല. അതായത് നമ്മൾ ഇരിക്കുന്ന വശത്തിൻ്റെ ഏറ്റവും വീതി കൂടിയ വശത്ത് റൗണ്ടായിട്ട് ടൈപ്പ് വെച്ചിട്ട് അളന്നെടുത്തതാണ്. ഞാനിവിടെ 36 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് 34.5 ഇഞ്ചാണ്. നമുക്ക് പലാസോയുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്രയാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 36നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 11 ഇഞ്ച്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ടൈപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. അപ്പോൾ എവിടെയാണോ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വരുന്നത്, അതായത് 11 ഇഞ്ച് വരുന്നത്, അവിടെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കാം. 34 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിൽ 2 ഇഞ്ച് നമ്മൾ ബെൽറ്റിൻ്റെ വശത്ത് നിന്നും നമുക്ക് കിട്ടും. അതിൻ്റെ ബാക്കി മാത്രം നമ്മളിവിടെ എടുത്താൽ മതി. അപ്പോൾ 32 ഇഞ്ച് വരും. 34-ന് 2 കുറച്ചിട്ട് 32 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് താഴെ ഒന്ന് മടക്കി അടിക്കാനും കൂടെ വേണ്ടിയിട്ട് എടുക്കുക. നമ്മൾ ടോട്ടൽ 33 ഇഞ്ചാണ് വരുന്നത്. അത് നേരത്തെ നമ്മൾ വേസ്റ്റ് ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിൽ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ 33 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതായി കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ടേപ്പിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കണ്ട, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്ത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്രോച്ചറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 36 ഇഞ്ചിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും 1 ഇഞ്ച് കുറക്കുക. ഇവിടെ 1 ഇഞ്ച് കുറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇത് 11 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1 ഇഞ്ച് കുറച്ചെടുത്തിട്ടുള്ളത്. വലിയൊരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ 1 ഇഞ്ച് കുറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും 2 ഇഞ്ച് കൂടെ കുറക്കണം. നേരത്തെ നമ്മൾ ലെങ്ത്തിൽ കുറച്ചതുപോലെ ബെൽറ്റിൽ 2 ഇഞ്ചും കൂടെ വരും. അത് നമ്മൾ ഇവിടെ കുറച്ചിട്ട് 9 ഇഞ്ചാണ് ക്രോഷറ്റ് വരുന്നത്. അത് ഒന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നും 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ക്രോഷറ്റിന് വിടുത്താണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് 9 ഇഞ്ചാണ് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്കൊന്ന് ഈ ഒരു പോയിന്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം വരുന്നത്. ഈ ഒരു ഭാഗവും ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തുണിയിൽ ചെയ്തെടുക്കാം. ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ ട്രയാങ്കിളാക്കി ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് നീളത്തിൽ മടക്കി അതിനുശേഷം നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് കോണാക്കി മടക്കി കൊടുത്തു. ഇനി നമുക്കിവിടെ ഇതിൻ്റെ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു ലൈനാക്കി വരച്ചു ആദ്യം. എന്നിട്ട് പേപ്പറിൽ കാണിച്ചതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പാക്കി വരച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 33 ഇഞ്ചാണ് മേലെ വേസ്റ്റിൻ്റെ ലൈനിൽ ടേപ്പ് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ 33 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഈ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ചിട്ട് ഒന്ന് വരയ്ക്കുകയാണ്. അതിനുശേഷം ക്രോച്ചറ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം എവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത്, എൻ്റെ ക്രോച്ചറ്റിൻ്റെ അളവ് വരുന്നത് എന്നുള്ളത് നോക്കി. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് 3 ഇഞ്ചാണ് വിടുത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ മെഷർ ചെയ്തു. എന്നിട്ട് ഈ 3 ഇഞ്ച് വരുന്ന മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് സ്ലോപ്പായിട്ട് 9 ഇഞ്ച് ക്രോച്ചറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് ഷേപ്പാക്കി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഒരു ക്രോച്ചറ്റിൻ്റെ ഭാഗത്താണ് തയ്ച്ചെടുക്കുന്നത്. ഞാനിവിടെ ഈ 2 ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ക്രോച്ചറ്റിൻ്റെ 2 സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാതെ, അതായത് 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ ആ സ്റ്റിച്ച് നിൽക്കും. ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഒരെൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് അളന്നെടുക്കാം. ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചതിന് ശേഷം അളന്നെടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ 22.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ബെൽറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലോങ് പീസ് എടുത്തു. 4 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. നീളം നേരത്തെ നമ്മൾ അളന്നെടുത്ത് 22.5 ഇഞ്ച് മതി. അതിനായിട്ട് 2 ആയിട്ട് മടക്കിയെടുത്തു. എന്നിട്ട് 22.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അളന്നെടുത്തു. 1/2 ഇഞ്ച് സീം അലവൻസ് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടെ വേണം. അപ്പോൾ 23 ഇഞ്ചാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഈ എൻഡ് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബെൽറ്റിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പലാസോയായിട്ട്
സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പലാസോൻ്റെ ചീത്ത വശത്തേക്ക് ഈ ബെൽറ്റിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ സൈഡിൽ ലാട്കന് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്ട്രാപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ലെങ്ത്തുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ചോളം വീതി വരുന്നത്, 1.5-2 ഇഞ്ച് വീതി മതി. എന്നിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടെടുത്തു. നല്ല വശം പുറത്തേക്കാക്കി അതിന് ശേഷം അത് 2 എൻഡിലും ലാട്കന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് 2 സൈഡിലും ലാട്കന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗത്ത് നിന്നും 4-5 ഇഞ്ച് മാറ്റിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലേക്കായിട്ട് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഒന്നിവിടെ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് ഈ ബെൽറ്റിൻ്റെ ഭാഗം മറിച്ചിട്ട് അടിക്കുന്നത്. ഈ ബെൽറ്റ് മറിച്ചടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലൂടെയാണ് ഇലാസ്റ്റിക് ഈ ബെൽറ്റിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഞാനിവിടെ വിട്ടിട്ടുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിൽ നിന്നൊരു 4-5 ഇഞ്ച് കുറച്ചതിന് ശേഷം വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഈ ഗ്യാപ്പിലൂടെ ഒന്ന് കയറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡ് 2 വശം കൂടെ ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് 2 സൈഡൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വിടുക. അപ്പോൾ ഈ ഒരു വേസ്റ്റ് കറക്റ്റ് ഇലാസ്റ്റിക്കിന് ചുറ്റും ഒരു ഓർഡറിൽ നിൽക്കും. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മേലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മെഷീനിൽ വെച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ പൈക്കോ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ പൈക്കോ ഫോട്ടോ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് സാധാ മെഷീനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ അടിഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്കേർട്ട് പലാസോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.